ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതാണ്. ഓവൻ ഉള്ളവർക്കും ഓവൻ ഇല്ലാത്തവർക്കും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പം എങ്ങനെയാണ് നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓവൻ ഇല്ലാത്തവർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇതുപോലെയൊരു തവ നമ്മളെടുത്ത് വെക്കുക. അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു പാൻ അല്ലെങ്കിൽ ഇത്രയും വീതിയുള്ള ഒരു ചരുവം എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ചൂടാക്കണം. അപ്പോൾ ഇതാണ് ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത്, ഓവൻ ഇല്ലാത്തവരുടെ കാര്യത്തിൽ കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷമേ നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ പോകാവുള്ളൂ. അപ്പോൾ ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 150 അല്ലെങ്കിൽ 170 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ട്രേ അല്ലെങ്കിൽ പാത്രം ഇതുപോലെ ഓയിൽ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇൻ കേസ് ഓയിൽ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ മൈദപ്പൊടി ഇട്ട് തട്ടി കൊടുത്താലും മതി. ഇനി നമുക്ക് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഫസ്റ്റ് നമുക്ക് 1 കപ്പ് മൈദ വേണം, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക. ഇതെല്ലാം കൂടി ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. ചിലർ പാൽപ്പൊടി ചേർക്കാറുണ്ട്, കോൺഫ്ലോർ ചേർക്കാറുണ്ട്. ഇവിടെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വേണമെങ്കിൽ ഒരു പിഞ്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്താൽ ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആയിക്കോളും. ചിലർ 3 പ്രാവശ്യം അരിച്ചെടുക്കാറുണ്ട്. എത്രത്തോളം അരിച്ചെടുക്കുന്നു അത്രയും നല്ലതാണ്. ഇവിടെ എൻ്റെ ഈ മൈദപ്പൊടിയിലൊന്നും ഒത്തിരി കട്ടയായിട്ടൊന്നും പിടിച്ച് കിടക്കാത്തതുകൊണ്ട് ഞാൻ 1 പ്രാവശ്യമേ അരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കേണ്ടത്. അതിന് ഞാനിവിടെ 4 മുട്ട ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, ഒന്നിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, നല്ല പത പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാനിത് എൻ്റെ കയ്യിലുള്ള ബീറ്റർ വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബീറ്റർ, നമ്മുടെ ഈ മിക്സ് ചെയ്യാൻ എടുക്കുന്ന ബൗള് എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. ഇതൊക്കെ വെറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കേക്ക് സക്സസ് ആവില്ല. അതായത് കണ്ടോ, ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്ത്, ആദ്യം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒരു മഞ്ഞ കളറാണല്ലോ വരുന്നത്. നന്നായിട്ട് ബീറ്റായി നല്ല ക്രീമി ആയി വരണം, നല്ല ക്രീമി ആവണം. പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഈ ഒരു ലെവലാകുമ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ തരി കുറഞ്ഞ ഒത്തിരി തരിയല്ലാത്ത പഞ്ചസാര ആണെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് 1 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് എടുക്കാം. എനിക്ക് മധുരം ഒത്തിരി ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ 3/4 കപ്പിൻ്റെ അത്രയും തികച്ചെടുത്തിട്ടില്ല. പിന്നെ ഞാൻ പൊടിക്കാത്ത പഞ്ചസാര തരി കുറഞ്ഞ പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതായിപ്പോൾ കണ്ടോ, നല്ല ക്രീമി ആയിട്ട് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു നമ്മളിങ്ങനെ ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയി വരുന്ന സമയത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് നിർത്താം. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് പാല്, പിന്നെ 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാലും ഓയിലും ചേർത്തതിന് ശേഷം ഒരുപാട് നേരം പിന്നെ ബീറ്റ് ചെയ്തത്, ലോ സ്പീഡിൽ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടി ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്യരുത്, നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാവുള്ളൂ. ഞാനിപ്പോൾ അത് ആ പാത്രത്തിൽ നിന്ന് വേറൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി, കാരണം എനിക്ക് ഇത് ഇളക്കാനുള്ള സ്പേസ് ഇല്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി. ഇതായത് കണ്ടോ, ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ എടുക്കുക. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ പാത്രം കറങ്ങുന്നത് കേട്ടോ. പിന്നീട് ബീറ്റ് ചെയ്യലെന്ന് പറയുന്നത് ഇതിൽ എയർ കയറിപ്പോയാൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആവും. അതിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഇളക്കുമ്പോൾ നമ്മൾ ഒരേ വശത്തേക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് മാറ്റണം. ഇതിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒരു 10-20 പ്രാവശ്യം നമ്മൾ തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട്
നന്നായിട്ടൊന്ന് സിക്സാഗ് മോഷനിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ പാനിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മുടെ ഈ സെറ്റാക്കി വെച്ചിരിക്കുന്ന പാനിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 40 മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്താൽ മതി. ഈ സമയത്തിനുള്ളിൽ കേക്ക് നന്നായിട്ട് ബേക്കായി വരും. ഇപ്പോൾ 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. കേക്ക് കണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റാക്കിൽ നിന്നും ഇത് മാറ്റാം. എന്നിട്ട് കേക്ക് കറക്റ്റായിട്ട് വെന്തോന്നറിയാൻ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് താഴേക്കൊന്ന് ഇറക്കി നോക്കുക. അപ്പം ഫോർക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻ കേസ് ഇത് വെറ്റായിരിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവനിൽ അധികം നേരം ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒരുപാട് ഹാർഡാവും. തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടിയിൽ ഇത് കേക്ക് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അടിയിൽ വെച്ചിരുന്ന ഓയിൽ പേപ്പർ മാറ്റിയെടുക്കാം. അപ്പം നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് അടിയിലൊന്നും തട്ടിപ്പിടിക്കാതെ നമുക്ക് കേക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടോ വളരെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഈ പറയുന്ന പോലെ സിമ്പിൾ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. നമുക്കെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അളവുകളൊക്കെ വളരെ കൃത്യമായിരിക്കണം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. അതായത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദ അങ്ങനെയുള്ളതൊന്നും ഫ്രിഡ്ജിൽ വെക്കരുത്. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. അതുപോലെ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം, ബീറ്ററിൻ്റെ ടിപ്പ് ഇതൊക്കെ എപ്പോഴും ഡ്രൈ ആയിരിക്കണം. പിന്നെ ഓയിലിന് പകരം ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഓയിലില്ലെങ്കിൽ ബട്ടർ ചേർക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. എല്ലാവരും ഇതുപോലെ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.